നമസ്കാരം. എൻ്റെ പേര് ഷിജിൻ ജയന്തൻ. സഹസ്ര ഷിജിൻ്റെ പാരൻ്റാണ്. അവളിപ്പോൾ LKGയിലാണ് പഠിക്കുന്നത്, ലിറ്റിൽ ഏഞ്ചൽസിൽ. എൻ്റെ ഒരു ചെറിയ മോളും കൂടി ഉണ്ട്. അവൾ സ്നിയ ഷിജിൻ. അവൾ ഡേ കെയർ ഫെസിലിറ്റിയാണ്, രണ്ടാളും ഡേ കെയർ ഫെസിലിറ്റി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്നിയ ആൾ ഡേ കെയറിൽ മാത്രമാണ് ചെയ്യുന്നത്. ഒരു 3-4 ഇയേഴ്സായി ഞാൻ കൊച്ചിയിലേക്ക് റീലൊക്കേറ്റഡ്. എൻ്റെ നാട് വരുന്നത് മലപ്പുറം പൊന്നാനിയാണ്. അപ്പോൾ റീലൊക്കേറ്റ് ആയ ടൈമിൽ സഹസ്രയ്ക്ക് 2 വയസ്സായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഒരു നമ്മൾ നാട്ടിൻ പുറത്തുനിന്ന് വരുമ്പോൾ ഒരു സ്കൂള് അല്ലെങ്കിൽ ഒരു ഡേ കെയർ അല്ലെങ്കിൽ ഒരു പ്ലേ ഗ്രൂപ്പിലേക്കൊക്കെ ആവുന്ന ടൈമിൽ കുറേ സ്കൂൾസ് നോക്കി. ആ ടൈമിൽ കൺഫ്യൂസ്ഡ് ആയിരുന്നു, കാരണം ചെറിയ കുട്ടിയാണ്. പ്രത്യേകിച്ച് നമ്മൾ അങ്ങനത്തെ ഒരു ജോയിൻറ്റ് ഫാമിലിയാണ്. അപ്പോൾ ജോയിൻറ്റ് ഫാമിലിയിൽ നിന്ന് വരുമ്പോൾ ഒരു നമ്മളൊക്കെ വളർന്ന സാഹചര്യം ഇല്ലാതെ ഒരു സ്കൂളിലേക്ക് മാറ്റുന്ന ടൈം വരുമ്പോൾ കുറേ സ്കൂളുകൾ നോക്കി. ഗൂഗിളിൽ നോക്കിയ ടൈമിൽ നിയറസ്റ്റ് സ്കൂൾ വന്നതും അത്യാവശ്യം റിവ്യൂ ഉള്ളതും നോക്കുന്ന ടൈമിൽ മേഴ്സി മിസ്സിനെ കുറിച്ചൊക്കെ നല്ല റിവ്യൂസൊക്കെ കണ്ടു. അങ്ങനെയാണ് ഒരു 2-3 ഇയേഴ്സ് മുന്നേ വന്ന ടൈമിൽ തന്നെ സഹസ്രേനെ ഇവിടെ ചേർക്കുന്നത്. അപ്പോൾ ആദ്യം ചേർക്കുന്ന ടൈമിൽ പ്ലേ സ്കൂളായിരുന്നു. അപ്പോൾ അതിന് ശേഷം പിന്നെ KG കഴിഞ്ഞു. അപ്പോൾ അവൾ വന്നൊരു പഠിച്ച അവളൊരു സെൽഫായിട്ട് ബിൽഡ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ആൾ കുറച്ച് ഇൻട്രോവേർട്ട് ടൈപ്പ് ആയിരുന്നു. അങ്ങനെ ആക്ടിവിറ്റിയിലേക്ക് വിളിക്കാനൊന്നും ആവില്ല. അപ്പോൾ നമ്മളൊരു അവർ ആക്ടിവിറ്റീസ് വരിക, ഇവൻറ്റ്സ് വരുന്ന ടൈമിൽ അവളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, പാട്ടായാലും ഡാൻസ് ആയാലും അവരെന്നെ ഇനീഷ്യേഷൻ എടുത്ത് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ. അപ്പോൾ അത് അവൾ ഭയങ്കരമായിട്ട് ഡെവലപ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്ത ടൈമിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ KG കഴിഞ്ഞ ടൈമിൽ നെക്സ്റ്റ് ലെവലിലേക്ക് എഡ്യൂക്കേഷൻ നോക്കുമ്പോൾ വേറെ സ്കൂളുകളിലേക്ക് പോകാമെന്നുള്ളൊരു ചിന്തന ആ ടൈമിൽ ഉണ്ടായില്ല. അവരെന്നെ LKG ചേർത്തു. രണ്ടാമത്തെ കുട്ടി ഉണ്ടായ ടൈമിൽ ഇതേപോലെ ഒരു ഡേ കെയറുള്ള ഫെസിലിറ്റി ആലോചിച്ച ടൈമിലും നേരെ വന്ന് മേഴ്സി മിസ്സിനെ ഡിസ്കസ് ചെയ്യാണ് ചെയ്തത്. അതുപോലെ അപ്പോൾ അവിടുന്ന് ഇപ്പോൾ അവരെ ചേർത്തിട്ടായാലും ആ ചെറിയ കുട്ടീനായാലും നോക്കി അവർ നോക്കുന്ന രീതികളും അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ്, ഇപ്പോൾ എല്ലാ വർഷവും കുറേ ആക്ടിവിറ്റീസ് ചെയ്യാറുണ്ട്. ആനുവൽ ഡേ കൂടാതെ ഗ്രാൻഡ് പാരൻസ് ഡേ, സ്പോർട്സ് ഡേ. അപ്പോൾ അതൊക്കെ നമ്മളൊരു ഫാമിലിയുടെ ഒരു പാർട്ടായിട്ട് ചെയ്യുന്ന പോലെയാണ് എല്ലാ ഇവൻറ്റ്സും കോർഡിനേറ്റ് ചെയ്യാറ്. നമുക്കൊരു സ്കൂളിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ ഇതിലേക്ക് അങ്ങനെ തോന്നാറില്ലേ? ഒരു സെക്കൻഡ് ഹോം അല്ലെങ്കിൽ നമ്മൾ വീട് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു ഫാമിലി റിലേറ്റീവിൻ്റെ വീട്ടിൽ പോകുന്ന പോലെയാണ് ഇപ്പോൾ കുട്ടികൾക്കായാലും ഇപ്പോൾ നമ്മൾക്ക് പാരൻസിനായാലും അത് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒരു പാരൻ്റ് എന്ന നിലയിൽ അവരവിടെ ചേർത്തുകൊണ്ടും മക്കളവിടെ പഠിപ്പിക്കുന്നതുകൊണ്ടും എന്നും സാറ്റിസ്ഫൈഡ് ആണ്. അവർ സർവീസ് ആയാലും അവർ ഗൈഡ് ചെയ്യുന്ന രീതി ആയാലും ഒരു കുട്ടീനെ ബിൽഡ് ചെയ്യുന്ന പല കാര്യങ്ങളായാലും അത് ഫ്രം അവർ സ്നാക്സ് അല്ലെങ്കിൽ ലഞ്ച് കഴിക്കുന്നത് മുതൽ അവർ പഠിക്കുന്ന സെൽഫായിട്ട് ലേൺ ചെയ്യുന്ന കാര്യങ്ങളിലായാലും ഒക്കെ നല്ല ഇമ്പ്രൂവ്മെൻ്റാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആസ് എ പാരൻറ്റ്, വേറൊരു പാരൻ്റ് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് അല്ലെങ്കിൽ ലിറ്റിൽ ഏഞ്ചൽസിനെ കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ലിറ്റിൽ ഏഞ്ചൽസ് പേരേ പറയുള്ളൂ. മാണി സാറായാലും മേഴ്സി മിസ് ആയാലും അവർ ബിൽഡ് ചെയ്തുള്ള ഒരു ടീം, ടീച്ചേഴ്സിൻ്റെ ഒരു ടീം. നമ്മളൊരു ഒരു 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 പ്രൊസീജിയർ മാനേജ് ചെയ്യുന്ന ടൈമിൽ ഇപ്പോൾ ഒരു ടീച്ചേഴ്സ് ആകുമ്പോൾ അവർ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. അതിൽ ഇന്നേ വരെ ഒരു ടീച്ചറിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അവരെ നോൺ ടീച്ചിങ് സ്റ്റാഫിനെ കുറിച്ചോ ഒരു നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് നമുക്ക് ഉണ്ടായിട്ടില്ല. അതിന് കാരണം മേഴ്സി മിസ്സും മാണി സാറും അവരെ ബിൽഡ് ചെയ്തുള്ള രീതി അങ്ങനെയാണ്. ആ രീതിയിൽ തന്നെയാണ് അവർ സ്റ്റുഡൻസിനെ ബിൽഡ് ചെയ്യുന്നതും. അപ്പോൾ ഇനി പുതിയ അഡ്മിഷൻസ് പാരൻസ് കൺസിഡർ ചെയ്യുമ്പോൾ ഒരു ഡൗട്ടും ഇല്ലാതെ നമുക്ക് ലിറ്റിൽ ഏഞ്ചൽസ് സെലക്ട് ചെയ്യാം. അവർ ഈ ന്യൂ അക്കാഡമിക് ഇയർ വരികയാണ്. അതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.